നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ആയുരാരോഗ്യ സൗഖ്യം എന്ന നാരായണീയത്തിൻ്റെ ആ പാരായണ പഠനം നമ്മൾ ഒരുമിച്ചങ്ങ് നടത്തുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ രണ്ടാമത്തെ ദശകത്തിലെ ഒരു 4 ശ്ലോകം ഒന്ന് വായിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പരിഭാഷയായിട്ടുള്ള കവിതയും ചൊല്ലി. ഈ ദശകത്തിൽ പറയുന്നത് ഭഗവാന്റെ ഒരു സ്വരൂപവും അതിൻ്റെ ഒരു മാധുര്യവും ആ ഭക്തിയുടെയൊക്കെ ഒരു ഭഗവാന്റെ മനോഹരമായ ആ വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭക്തിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. ആ പരിഭാഷ ശ്ലോകങ്ങൾ ഞാനൊരു കഴിഞ്ഞ ആഴ്ച വായിച്ച 4 വരികളൊന്നിപ്പോൾ വായിക്കാം. അപ്പോൾ അതൊരു ഓർമ്മ വരും. ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റിയാണ് പറയുന്നത്, സ്വരൂപത്തെ പറ്റിയാണ് പറയുന്നത്. സൂര്യതുല്യം കിരീടവും ഗോപിയുള്ള തിരുനെറ്റി, കരുണ വഴിയും കണ്ണും മന്ദസ്മിതവും, കുണ്ടലവും കൗസ്തുഭവും വനമാല മോത്തുമാല ശ്രീവത്സവും ചേർന്ന രൂപം ഭജിക്കുന്നു ഞാൻ. ഭക്തകവി പറയണ ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരംഗദം വളമോതിരവും മണിഞ്ഞോര കരങ്ങളിൽ ശംഖുചക്രം ഗദാപത്മവും, പൊന്നരിഞ്ഞാണവും മഞ്ഞ പൂന്തുകിലും മിന്നിടും നിൻ പാദപത്മം എന്നുമെനിക്കേകവലംബം. ഭഗവാനെ, എനിക്ക് ആകെ കൂടി അവലംബമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത് അവിടുത്തെ പാദപത്മങ്ങൾ തന്നെയാണെന്ന് വീണ്ടും പറയുകയാണ്. ത്രൈലോക്യത്തിൽ അത്യുത്കൃഷ്ടം, 3 ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിട്ട് രൂപം മനോഹരം, അവിടുത്തെ രൂപം മനോഹരമായ രൂപം. കാന്തിജന്യം മാധുര്യത്തിൻ മധുരഭാവം, സൗന്ദര്യത്തിൻ സാരമായി ആശ്ചര്യത്തിൻ ആശ്ചര്യമായി വിളങ്ങുക രൂപമേത്ര കൗതുകകരം. ഉത്കൃഷ്ടത്തിനേലും മുകളിലുള്ളത്, ഏറ്റവും മധുരമായതെന്തോ അതിനേക്കാൾ കൂടിയ മധുരമുള്ളത്, ഏറ്റവും കൂടിയ കാന്തി എന്താണോ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഭഗവാനെ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഒരു സ്ഥാനം. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത്രമാത്രം മധുരമാം ദേവ നിൻ്റെ ശരീരത്തിൽ, അത്രമാത്രം മധുരമായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ശരീരത്തിൽ തൽപരയാം ലക്ഷ്മി ദേവി ചപലയല്ലേ, വളരെ താല്പര്യമുള്ളതാണ്. അങ്ങയുടെ ശരീരം കണ്ട് മോഹിച്ചാണ് ലക്ഷ്മി ദേവി ഭഗവതി മഹാലക്ഷ്മി അങ്ങയോടൊപ്പം കൂടിയിട്ടുള്ളത്. പക്ഷേ ലക്ഷ്മി ദേവി ഒരു ചപലയാണ്. എന്താ ചപല എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തവളാണ് ചപലയെന്ന് പറയുന്നത്. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി, ഒരുപാട് ഭക്തന്മാരുണ്ട് അങ്ങേക്കും ഭഗവതിക്കും ഒക്കെ. പക്ഷെ ആരുടെ അടുത്തും ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. എന്നിരിക്കലും എവിടെ പോയാലും ലക്ഷ്മി ദേവിയുടെ മനസ്സെങ്ങടെയാണ്. ലക്ഷ്മി ദേവി കുറച്ച് നാളൊക്കെ ഒരു ഭക്തൻ്റെ കൂടെയൊക്കെ ഇത്തിരിയൊക്കെ മാറി നിൽക്കും. എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരൊക്കെ ധനസമ്പത്ത് ധാരാളം ഉണ്ടാകും. പക്ഷെ അത് സ്ഥിരമായിട്ട് നിൽക്കില്ല. അപ്പോഴത്തേക്കും ലക്ഷ്മി ദേവിക്ക് പ്രേമാദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഓടിപ്പോരും ഭഗവാന്റെ അടുത്തേക്ക്. എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി അസ്ഥിരയാണ്, ചപലയാണ്, സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുകയില്ല എന്നാണ് ഭക്തകവി പറയുന്നത്. ഇനി നമുക്ക് 4 ശ്ലോകം കഴിഞ്ഞ് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ
ഒരു സ്വരൂപം തന്നെ, അതിൻ്റെ ഒരു മാധുര്യം തന്നെ. ലക്ഷ്മീസ്താവകരാമണീയകൃത്യതൈ ലക്ഷ്മീസ്താവകരാമണീയകൃതൈവേയം പരേഷ്വസ്ഥിരേത് അസ്മന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. ഭഗവാനെ വിളിക്കുന്നത് ലക്ഷ്മീപദേ, മഹാലക്ഷ്മിയുടെ പതിയായിരിക്കുന്നവനെ എന്നാണ്. യേ തദ്വാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷു വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദര. അയ്യോ ശ്രീവല്ലഭ, ലക്ഷ്മി സ്തവ, ഇവിടെ ലക്ഷ്മീപദേ അല്ലെങ്കിൽ ശ്രീവല്ലഭ എന്ന് പറഞ്ഞാൽ ശ്രീ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ വല്ലഭൻ ഭർത്താവായിട്ടുള്ളവനെ, മഹാവിഷ്ണു ഭഗവാനെ എന്നൊക്കെയാണ് പറയുന്നത്. അല്ലയോ ശ്രീവല്ലഭ, ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി ഉണ്ടല്ലോ, താവക രാമണീയക ഹൃദ ഏവ എന്ന് പറഞ്ഞാൽ വെറുതെ എന്നല്ല ഓടി വന്നേക്കണേ. താവക രാമണീയക, രാമണീയക എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ആ മൂർത്തി പദ്മ, ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ വന്നേക്കണേ ലക്ഷ്മി ദേവി, വെറുതെ ഒന്നും ഓടി വന്നതല്ല. അങ്ങയുടെ സൗന്ദര്യം കണ്ട് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കുന്നില്ല, പോകും. ഭക്തന്മാർ വിളിക്കുമ്പോൾ, ലക്ഷ്മി ദേവിയുടെ ഭക്തന്മാർ വിളിക്കുമ്പോൾ ഒന്ന് പോകും, പക്ഷെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കില്ല. അപ്പോഴത്തേക്ക് ഓർമ്മ വരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അസ്വരൂപം, അപ്പം ഇങ്ങോട്ട് ഓടിപ്പോരെ. ഇനി അസ്മിൻ എന്നതിന് അന്യപ്രമാണം ഇനി ഒരു പ്രമാണം കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? അധുനാ വക്ഷ്യാമി, ഞാനിപ്പം പറയാം. വക്ഷ്യാമി എന്ന് പറഞ്ഞാൽ അഹം വക്ഷ്യാമി, അഹം വക്ഷ്യാമി എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ജന്മ ഏതാളുകളാണോ തദ്വാനു ഗുണാനു കീർത്തന രസാസക്താഹി ഭക്ത, നിന്തിരുവടിയുടെ ധ്യാനത്തിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരൊക്കെയാണ് ധ്യാനിക്കുന്നത്, ആരൊക്കെയാണ് അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നത്, അതിൻ്റെ ഒരു രസം കൊണ്ട് എൻ്റെ ഭർത്താവിനെ പറ്റിയല്ലേ ഈ ഭംഗിയായിട്ട് ഈ പുകഴ്ത്തണത്, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളല്ലേ ഈ പാടി പുകഴ്ത്തുന്നത്, അതല്ലേ വർണ്ണിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവരോട് അതിൻ്റെ ഒരു രസം കൊണ്ട് ഭർത്താവിനെ പറ്റി പറയുമ്പോൾ ഏത് ഭാര്യയ്ക്കും സന്തോഷമല്ലേ. അപ്പോൾ ലക്ഷ്മി ദേവി അവരോടങ്ങ് അടുത്തുള്ളവരായിത്തീരുന്നു. അപ്പോൾ അവർ നല്ല ഭക്തന്മാരായിരുന്നു. ഭഗവാനെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി, ആ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും പാടി പുകഴ്ത്തുന്നവരൊക്കെ ഭഗവാന്റെ ഭക്തരാകുന്നു. ഭഗവാനെപ്പറ്റി നല്ലത് പറയുന്നത് ആരാണോ അവരുടെ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും. ലക്ഷ്മി ദേവിയുടെ ഈ ലക്ഷ്മി ദേവി തൻ്റെ പ്രിയതമനായ മഹാവിഷ്ണുവിൻ്റെ അങ്ങയുടെ, അതാണ് പറയണത്, തേഷു ഏഷാ ദൈത പ്രസ്താവദത്താദര സ്ഥിര ഏവ. അങ്ങയുടെ ഗുണഗണങ്ങൾ അവരിൽ ആരൊക്കെ പാടി പുകഴ്ത്തുന്നുവോ, ആടൊക്കെ വർണ്ണിക്കുന്നുവോ, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുവോ, അവരുടെ എല്ലാം കൂടെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് കേൾക്കാണ്ട് ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കും ലക്ഷ്മി ദേവി അവരോടുമായിട്ട് അടുക്കാൻ. കാരണം തൻ്റെ ഭർത്താവിനെയാണ് ഈ പാടി പുകഴ്ത്തുന്നതേ. അപ്പോൾ ലക്ഷ്മി ദേവി അത് ശ്രദ്ധിച്ചങ്ങനെ രസിച്ച് അവരുടെ കൂടെ നിൽക്കുകയാണ്. ആ ഭക്തരോടൊപ്പം സ്ഥിര ഏവ വസൈവ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ട് പിരിയാതെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കും. ആരുടെ കൂടെ? മഹാവിഷ്ണുവിൻ്റെ ഭക്തരുടെ കൂടെ. ചുരുക്കി പറഞ്ഞാൽ മഹാലക്ഷ്മി സമ്പത്തിൻ്റെ ദേവി എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കണം. ലക്ഷ്മി ദേവി അനുഗ്രഹിക്കണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ മഹാവിഷ്ണുവിനെ പറ്റി പാടി പുകഴ്ത്തണം, ഗുണഗണങ്ങൾ വർണ്ണിക്കണം. ആ ശരീരത്തിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ച് വീണ്ടും മനസ്സിലിട്ട് ഇങ്ങനെ മനനം ചെയ്യണം. കേൾക്കണം, മനനം ചെയ്യണം. ശ്രവണം, മനനം, ആ രണ്ടും ഒരുമിച്ചിവിടെ നടക്കണം. ഇതാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു പരിഭാഷ പറയുമ്പോൾ
എങ്ങനെയാണ് എന്ന് നോക്കാം. 5-ാമത്തെ ശ്ലോകമാണിത്. ലക്ഷ്മീപതിയായ ദേവാ, മഹാലക്ഷ്മിയുടെ ഭർത്താവായ അല്ലയോ ദേവാ, ഒന്നുകൂടി ചൊല്ലിടാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ദേവി എന്നും ജനങ്ങളിൽ ചപല തന്നെ. ദേവി ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് സമ്പത്ത് ഒരാളിൽ ഉറച്ചു നിൽക്കുകയല്ല, അസ്ഥിരയാണ്. കുറേ കാലം നല്ല സമ്പത്തായിട്ട് പ്രതാപത്തോടെ ജീവിക്കുക. കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്മി ദേവി ഒന്ന് മാറും മറ്റൊരു ഭക്തൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ സമ്പത്ത് ഇത്തിരി കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്മി ദേവി ചപല തന്നെ, സ്ഥിരമായി നിൽക്കുന്നില്ല, അസ്ഥിര തന്നെ. എങ്കിലും നിൻ ഗീതം പാടും ഭക്തജനമനങ്ങളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എങ്കിലും നിൻ ഗീതം പാടും ഭക്തജനമനങ്ങളിൽ. പതിവ്രതയാകും ദേവി വസിച്ചിടുന്നു. എങ്കിലും വിട്ടുപിരിയാതെ ഭഗവാനെപ്പറ്റി ഗുണഗണങ്ങൾ പാടി വാഴ്ത്തി കീർത്തനങ്ങൾ ചൊല്ലി നാമം ജപിച്ച് വിഷ്ണുഭക്തരായി ജീവിക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവി പിന്നെയും വന്നുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞ് മാറിപ്പോവില്ല. കാരണം കൃഷ്ണനെ പറ്റിയല്ലേ പറയുന്നത്, മഹാവിഷ്ണുവിനെ പറ്റിയല്ലേ അവർ പാടിപ്പുകഴ്ത്തുന്നത്. അതാണ് ഈ ഇതിൽ ലക്ഷ്മീപതിയായ ദേവ, ഒന്നുകൂടി ചൊല്ലിടാൻ ഞാൻ. ദേവി എന്നും ജനങ്ങളിൽ ചപല തന്നെ. എങ്കിലും നിൻ ഗീതം പാടും ഭക്തജനമനങ്ങളിൽ. പതിവ്രതയാകും ദേവി വസിച്ചിടുന്നു. ഭക്തന്മാരുടെ മനസ്സിൽ ലക്ഷ്മി ദേവി വസിച്ചിടുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം. ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം. വ്യാസഞ്ജത്യഭീഷീതബാഷ്പവിസരൈരാനന്ദ മൂർച്ഛോദ്ഭവത്. അതിനെ അന്വയിച്ച് വരുമ്പോൾ ഏവം ഭൂതമനോജ്ഞത നവസുധ നിഷ്യന്ത സന്തോഹനം. എന്താ ഈ പറയുന്നത്? ഏവം ഭൂത, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാവിഷ്ണുവിനെ പറ്റി പാടി പുകഴ്ത്തുന്നവരുടെ നവസുധ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു എന്താ പറയുക, അമൃതത്തിന് തുല്യമായിട്ടുള്ള, അമൃതത്തിൻ്റെ ഉറവിടമായിട്ടുള്ള പരചിദ്രസാധനമയം പരബ്രഹ്മ സായനം, ഭഗവാന്റെ ആ അമൃത് വരുന്ന ഭഗവാന്റെ ആ ഉടൽ ചേതോഹരം തൊദ്രൂപം. അങ്ങയുടെ ആ രൂപം കാണുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന ആനന്ദമാണ് ആ പീയൂഷം. നവസുധ, അമൃതമാണ് ഉണ്ടാകുന്നത് മനസ്സിൽ. ശൃണ്വതം മതിം സദ്യ പ്രേരയതേ. കഥാരൂപേണ കേൾക്കുന്നവരുണ്ട്, ഗദ്യവും പദ്യരൂപേണ കീർത്തനങ്ങളായിട്ട് കേൾക്കുന്നവരുണ്ട്. അതൊക്കെ മനസ്സിലേക്ക് അവർ തന്നെ അറിയാതെയാണ് അവർക്ക് സന്തോഷം കൂടി വരുന്നത്. അവരെ പ്രേരിപ്പിക്കുന്നത്, ആനന്ദമൂർച്ചയിലെത്താൻ പ്രേരിപ്പിക്കുന്നതാണ് അങ്ങയെ പറ്റിയിട്ടുള്ള ആ ഗുണഗണങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന നാമങ്ങളും നാമകീർത്തനങ്ങളും നാമരൂപങ്ങളും എല്ലാം തന്നെ. കഥാരൂപത്തിലും ആകാം, ഗാനരൂപത്തിലും ആകാം. രണ്ടും നിങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവത് കഥാശ്രവണവും ഭഗവത് കീർത്തനങ്ങളുടെ ശ്രവണവും എല്ലാം തന്നെ ഭഗവാന്റെ മനോഹരമായ ചിത്രങ്ങൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിനെ അവ കീഴടക്കുന്നു.
മനസ്സിൽ ആനന്ദം ഉണ്ടാകുന്നു, അമൃതം പൊഴിയുന്നു. ശൃണ്വതം മതി സദ്യ, കഥ അതാ പറയുന്നത്. കേൾക്കുന്ന കഥാരൂപത്തിലാണ് കേൾക്കുന്നതെങ്കിൽ കേൾക്കുന്നവരുടെയൊക്കെ മനസ്സിനെ പെട്ടെന്ന് ആനന്ദമൂർച്ചയിലേക്ക് വീഴാനായിട്ട്, സന്തോഷിക്കാനായിട്ട് പ്രേരത്. മതയതേ, ആനന്ദം, മതയതേ എന്ന് വെച്ചാൽ അങ്ങോട്ട് മതിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സന്തോഷം കൊണ്ട് അങ്ങ് നിറയും മനസ്സ്. അംഗകം രോമാഞ്ചയതി ആനന്ദമൂർച്ഛോദ്ഭവത്, അങ്ങനെ ദേഹം മുഴുവനും കൊണ്ട് രോമാഞ്ചമണിയും. ഭഗവാന്റെ നല്ല ചില കീർത്തനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അത് ആനന്ദത്തിൻ്റെ പ്രകടമാകുന്ന ഒരു ഭാവവ്യത്യാസമാണ്. ഭഗവത് സ്വരൂപത്തെപ്പറ്റി കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ മനനം ചെയ്യുമ്പോഴും നമ്മളിൽ ആനന്ദമുണ്ടാകുന്നു, നമ്മൾ രോമാഞ്ചപുളകിതരാകുന്നു. അതാണ് പറയുന്നത്. ഇതിനെ ശീതബാഷ്പവസരെ, അടക്കാനാകാത്ത ആനന്ദം കൊണ്ട് വ്യാസിഞ്ചതി അപി. വ്യാസിഞ്ചതി അപി എന്ന് പറഞ്ഞത് കണ്ണുനീരിങ്ങനെ ധാരയായിട്ട് അങ്ങോട്ട് ഒഴുകും. കണ്ണീര് ഒഴുക്കുന്നത് കണ്ടാൽ കരയാണെന്ന് തോന്നും. ആ കണ്ണുനീര് തന്നെയാണ്, പക്ഷെ അത് കരയാനുള്ള കാരണം ആനന്ദാശ്രുവാണ്. ഭഗവാനെപ്പറ്റി, ഭഗവാന്റെ സ്വരൂപത്തെപ്പറ്റി, ആ വിഗ്രഹത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി പാടിപ്പുകഴ്ത്തുമ്പോൾ, അത് കേൾക്കുമ്പോൾ, ശ്രവണത്തിലൂടെയും മനസ്സിൽ ചെന്നുള്ള മനനത്തിലൂടെയും നമ്മുടെ മനസ്സിൽ നവ്യസുധ അമൃത് പൊഴിയും. ആ സമയത്ത് നമ്മുടെ ശരീരം പുളകം കൊള്ളും, നമുക്ക് രോമാഞ്ചമുണ്ടാകും. ആനന്ദം കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞ് ആനന്ദബാഷ്പം കണ്ണുകളിലൂടെ അങ്ങനെ കണ്ണീരായിട്ട് ആനന്ദാശ്രു അങ്ങ് ഒഴുകാനും തുടങ്ങും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൻ്റെ പരിഭാഷ ഒന്ന് കേൾക്കും. മനോജ്ഞമാനന്ദത്തെ നൽകുന്നതാ നിൻ സ്വരൂപം. ആനന്ദത്തെ നൽകുന്ന നിൻ്റെ സ്വരൂപം കേൾപ്പവതൻ മനസ്സിനെ ആകർഷിക്കുന്നു. ആ രൂപത്തെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ആ വഴിയേ പോകുന്നു, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നു. രോമാഞ്ച ശരീരികളായി, നമ്മുടെ ശരീരത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടാകുന്നു. രോമാഞ്ച ശരീരികളായി മാറിയിടുന്നു ഭക്തജനം. ഇത് കേൾക്കുന്ന ഭക്തന്മാരൊക്കെ രോമാഞ്ചം കൊള്ളുന്നു, അവർ രോമാഞ്ച ശരീരികളായി മാറുന്നുണ്ട്. എല്ലാവരിലും രോമാഞ്ചമുണ്ടാകുന്നു, പുളകിത ഗാത്രരാകുന്നു. കണ്ണുനീരിൽ സ്വയം നനഞ്ഞാനന്ദിക്കുന്നു, കണ്ണുനീരിൽ സ്വയം നിറഞ്ഞാനന്ദിക്കുന്നു. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് അവർക്ക് മനസ്സിൽ സന്തോഷം നിറയുന്നു, അമൃത് വർഷിക്കുന്നു. അടുത്ത ഒരു ശ്ലോകത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ദൃശോത്തരമദരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മക ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഏവം ഭൂതദയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സയോഗദ്വയാത്. യോഗദ്വയാത് എന്ന് വെച്ചാൽ 2 യോഗങ്ങളിൽ, ആകെ 3 വിധത്തിലാണ് നമുക്ക് അടുത്ത ഇതിലെ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഈ 3 വിധത്തിലുള്ള യോഗങ്ങളാണ്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം, അതിനുള്ള പ്രവർത്തികൾ ചെയ്യുക, അത് ഒരു കർമ്മയോഗമാണ്. അങ്ങനെയും ഭക്തി ഉണ്ടാകാം. ജ്ഞാനയോഗം, ഭഗവാനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് അറിഞ്ഞ് നമ്മളത് പറഞ്ഞ് അങ്ങനെ ജ്ഞാനയോഗം ഉണ്ടാകാം.
ഭക്തിയോഗം ഭഗവാന്റെ കഥകൾ ശ്രവണം വഴി കണ്ടും കേട്ടും അങ്ങനെയും ഭഗവാനിൽ ഭക്തി ഉണ്ടാകാം. ഏവം ഭൂതദയാഹി ഭഗവദ്രൂപ ശ്രവണ മനനാദികൾ കൊണ്ട് ഈ മാതിരി ചിത്രാർദ്രീഭാവം എന്ന് വെച്ചാൽ മനസ്സ് നിറയുന്ന ആനന്ദിക്കുന്ന ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ആ ചിത്രാർദ്രീഭാവം സന്തോഷത്തോടു കൂടിയ രൂപത്തിലേക്ക് മനസ്സ് മാറുന്ന ആ ഭാവം അനുഭൂതമായത് കൊണ്ട് തന്നെയാണ്. അതായത് ഈ വിധത്തിൽ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഈ 3 യോഗങ്ങളാൽ ആനന്ദം നമ്മുടെ മനസ്സിൽ ഭക്തി നിറയാം, സന്തോഷിക്കാം, അമൃത പൊഴിയാം. കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് 2 തരം ഭഗവത് പ്രാപ്തി. ഭഗവാനെ പ്രാപിക്കാനായിട്ട് 3 മാർഗങ്ങളാണ്: കർമ്മയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ. അപ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗത്തിലൂടെയും ഭക്തിയുടെ ആനന്ദമൂർച്ചയിൽ എത്തുന്നതിനേക്കാൾ അത്യുത്തമം എന്ന് പറഞ്ഞാൽ ദൃശോത്തരതരം ഗീയതേ, അത്യുത്തമമാണ് പാടി പുകഴ്ത്തുന്നത്. എളുപ്പവും അതാണ്. അപ്പോഴെന്താണ്? കീർത്തനങ്ങൾ കേൾക്കുക, കീർത്തനങ്ങൾ പാടുക, കഥകൾ കേൾക്കുക, കഥകൾ പറയുക. ഈ വഴി ഭഗവാനിൽ ഭക്തി ഉറയ്ക്കാനും ഭക്തി കൊണ്ട് മനസ്സ് നിറയാനും നമ്മൾ രോമാഞ്ചപുളകിതരാകാനുമൊക്കെ എളുപ്പമുള്ള മാർഗം അതാണ്. ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചാലും നമുക്ക് ഈ ഭക്തിയോഗ സിദ്ധിക്കാം, അറിവുകൾ നേടിയാലും സിദ്ധിക്കാം. പക്ഷെ ആ 2 യോഗങ്ങളേക്കാൾ, കർമ്മയോഗങ്ങളേക്കാൾ, ജ്ഞാനയോഗങ്ങളേക്കാൾ എളുപ്പത്തിൽ ഭഗവാനിൽ ഭക്തി നമുക്കുണ്ടാകാൻ നല്ലത് ഭക്തിമാർഗമാണ്. കീർത്തനങ്ങൾ പാടുക, ചിത്രങ്ങൾ കാണുക, ശ്രവണം, മനനം, അതൊക്കെ മനസ്സിലേക്ക് കേൾക്കുക, പാടുക, കഥ പറയുക. ഭക്തൻ നാമസങ്കീർത്തന പുണ്യം, നാമസങ്കീർത്തനം ചെയ്യുന്നത് കൊണ്ടുള്ള പുണ്യം. ഭഗവത് കഥാശ്രവണ പുണ്യം, ഭഗവത് കഥ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുണ്യം. ഇതൊക്കെ നമ്മളെ ഭക്തിയോഗം വഴി ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. നമ്മൾ ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിലാക്കുന്നു, നമ്മുടെ മനസ്സ് നിറയുന്നു, നമുക്ക് ആനന്ദമുണ്ടാകുന്നു, ആനന്ദാശ്രു പൊഴിക്കുന്നു. പ്രേമപ്രകർഷാത്മിക ഭക്തി പരമപ്രീതിരൂപമായൊരു ഭക്തിയാണ്. അത് മറച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഭഗവാനെ പറ്റി പറയും, അത് നമ്മുടെ കീർത്തനങ്ങളിലൂടെ പുറത്തു വരും. ചിലരൊക്കെ നല്ല കീർത്തനങ്ങൾ പാടുമ്പോൾ മറ്റാരെങ്കിലും ചില സപ്താഹവേദികളിലൊക്കെ കീർത്തനം പാടുമ്പോൾ പാടുന്നവർക്ക് ഇങ്ങനെ സംഗീതം വരും. ആ പിഞ്ചുപാദം എന്നൊക്കെ പറയുമ്പോൾ, മനോഹരമായ കണ്ണുകളെ പറ്റി പറയുമ്പോൾ അംഗപ്രത്യംഗ വർണ്ണന എത്ര സുന്ദരമായിരിക്കും എന്നുള്ളത് കേൾക്കുന്നവരുടെ മനസ്സിലേക്കും ആനന്ദം എത്തുന്നു. ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യ രമാവല്ലഭ. രമാവല്ലഭൻ എന്ന് വെച്ചാൽ, രമ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, രമാവല്ലഭൻ മഹാവിഷ്ണു തന്നെ, മഹാലക്ഷ്മിയുടെ ഭർത്താവായ മഹാവിഷ്ണു തന്നെ. മഹാവിഷ്ണു വിശ്വപുരുഷൈർ, സാധാരണക്കാർക്കെല്ലാം തന്നെ വലിയ സന്യാസിമാരെ പോലെ തപസ്സൊക്കെ ചെയ്യുന്ന വലിയ വലിയ സിദ്ധന്മാർ, അവർക്കൊക്കെ ഭഗവാന്റെ ദർശനം പ്രാപ്തിയാകുമെന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് കാലത്തെ കഠിനമായ തപസ് കൊണ്ടാണ്. എന്നാൽ ഭക്തിമാർഗത്തിലൂടെ ഭഗവാനെ ശ്രമിക്കുന്നവർക്ക് അവർ കീർത്തനങ്ങൾ, എത്ര പേരാ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, സന്തോഷാശ്രുപൂരിക്കുന്നത് സന്ധിച്ച് ആ ഗുരുവായൂർ എന്നിട്ട് ഓരോരോ ഇപ്പോഴൊക്കെ അതിമനോഹരമായ പല CD-കളും കാസറ്റുകളും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ചില ചിത്രങ്ങൾ കണ്ടാൽ ആ ഉറിയിൽ തൂങ്ങി നിന്ന് വെണ്ണ കക്കാനായിട്ട് പോകുന്ന ആ വെണ്ണക്കണ്ണൻ്റെ രൂപം കാണുമ്പോൾ ആരുടെ മനസ്സിലാണ് സന്തോഷം ഉണ്ടാകാത്തത്? എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് ഭഗവാന്റെ ആ തിരുവുടൽ കാണുമ്പോൾ, അല്ലേ? അതുപോലെ ആ ഗോപികമാരുടെ വസ്ത്രമൊക്കെ എടുത്ത് ആൽമൂങ്ങിൽ കയറിയിട്ട് ഒളിച്ചിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ, ആ കളകണ്ണനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവാത്തവർ ആരെങ്കിലും ഉണ്ടോ?
അതാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഏവം ഭൂതതയാ ഹിപത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യാരമാവല്ലഭ. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ നമുക്ക് ഒന്ന് വായിക്കാം. കർമ്മജ്ഞാനയോഗത്തേക്കാൾ മോക്ഷം നേടാനെന്നുമെന്നും കർമ്മജ്ഞാനയോഗത്തേക്കാൾ മോക്ഷം നേടാനെന്നുമെന്നും ഭക്തിയാണു ശ്രേഷ്ഠമെന്നു മാമുനീശ്വരൻ ഭക്തിയാണു ശ്രേഷ്ഠമെന്ന് മാമുനീശ്വരൻ ഉജ്ജ്വല പരമാത്മികം ഉജ്ജ്വല പ്രേമാത്മികമാം ഭക്തിയോഗം ജനങ്ങൾക്ക് അത്യായാസമില്ലാതെന്നും ലഭിച്ചിടുന്നു. ഈ ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും, നമ്മൾ ആനന്ദ മൂർച്ചയിലേക്ക് എത്തും, നമ്മുടെ ആനന്ദാശ്രു പൊഴിക്കുകയും ആനന്ദത്തിൽ ആറാടുകയും. ആറാടുക എന്ന് പറഞ്ഞാൽ ആനന്ദാശ്രുവിലങ്ങോട്ട് നമ്മൾ നനഞ്ഞു കുതിരും, എങ്ങനെ അടിച്ച് കരയും. ചില ഭക്തജനങ്ങൾ എന്താ ഇത്ര മനോവേദന എന്നാ തോന്നുക, അത് മനോവേദനയല്ല, ആനന്ദം കൊണ്ട് ആനന്ദാശ്രു പൊഴിച്ചങ്ങ് നനയുന്നതാ, കണ്ണീരിങ്ങനെ ഒഴുകുന്നതാ. അതാണ് പറഞ്ഞത് ആനന്ദത്തിൽ ആറാടുന്നു. ആറാടുക വെച്ചാൽ കുളിക്കുക, കണ്ണീരിൽ തന്നെ അങ്ങോട്ട് നനഞ്ഞ് കുതിരും ആനന്ദാശ്രു കൊണ്ട് എന്നാ പറയുന്നത്. അടുത്ത ശ്ലോകം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുര്യേത്യബലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനാ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. അതായത് നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. എന്താണ് ഈ പറയുന്നത്? ഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നിഷ്കാമ കർമ്മം, അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അതാണ് പറയണത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം, നിത്യനൈത്തിമങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനമെന്ന യാതൊന്ന് കർമ്മയോഗമെന്ന് പറയപ്പെടുന്നു. കർമ്മയോഗമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. ഭഗവാന് വേണ്ടി എന്ത് കർമ്മം നമ്മൾ ചെയ്യുന്നത്? കുറേ പേര് അദ്ദേഹത്തിന് വേണ്ടി പൂജയ്ക്ക് ഒരുക്കി കൊടുക്കുക. കുറൂരമ്മ എന്താ ചെയ്തിരുന്നത്? നിവേദ്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, കീർത്തനങ്ങൾ പാടാറുണ്ട്. അതൊരു കർമ്മം തന്നെയല്ലേ. പിന്നെ ചിലർ ക്ഷേത്രമുറ്റത്തുള്ള മാലിന്യങ്ങളൊക്കെ പറക്കി കളയുന്ന ചിലരെ കാണാം. അത് കർമ്മയുഗമാണ്. അവരതിനെന്തെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ട്? ഒന്നുമില്ല, നിഷ്കാമമാണത്. ആ നിഷ്കാമ കർമ്മം ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി. അത് ഭക്തിയുടെ ഒരു മാർഗമാണ് നിഷ്കാമകർമ്മം. അത് ദൂരേത്യഫലം, അതൊക്കെ വളരെ കാലം ചെന്നാണ് നമുക്ക് കർമ്മങ്ങളിലൂടെ ഫലം കിട്ടുക. ഒരുപാട് കാലം ചെയ്യണം, ഒരുപാട് കാലം ചെയ്താൽ തന്നെ കിട്ടുമല്ലേ സംശയമാണ്. അപ്പം അവരതൊട്ട് പ്രതീക്ഷിക്കണമില്ല, അപ്പോഴേ നിഷ്കാമം ആവുള്ളൂല്ലോ. അങ്ങനെയുണ്ട് കേട്ടോ ഒരു കാര്യം. പിന്നെ പുനയത് ഔപനിഷദ ജ്ഞാനോപലഭ്യം. പിന്നെന്താണ്? ഉപനിഷത്തുക്കളിൽ നിന്നും കിട്ടുന്ന ആ തത്വജ്ഞാനം അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക.
നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർക്ക് വിളമ്പുള്ള പോലെയാണ്. നമുക്ക് കിട്ടുന്ന അറിവ്, ജ്ഞാനം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചിത്തസ്യ തുധർമ്മതരം കിട്ടാൻ വളരെ പ്രയാസമേറിയതാണ്. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ട് നമ്മൾ മുക്തിമാർഗത്തിലെത്തുന്നത്, ഭക്തി വർദ്ധിക്കുന്നത്, ആനന്ദമൂർച്ചയിലെത്തുന്നത് ഒക്കെ താമസമുണ്ട്. കിട്ടും, അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരുപാട് താമസമുണ്ട്. പ്രേമപ്രകൽമാഷിക ഭക്തിയേവ ഹേ വിഷ്ണു അല്ലെങ്കിൽ മഹാരമാവല്ലഭ എന്ന് പറഞ്ഞാൽ തസ്മാത് ത്വത്പ്രേമാത്മക ഭക്തിയേവ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ്, ഭക്തി മാർഗം തന്നെയാണ് സതതം സ്വാധീയസി ശ്രേയസി എന്ന് പറഞ്ഞാൽ എപ്പോഴും സതതം, എല്ലായ്പ്പോഴും സ്വാധീയസി അധികമായിട്ട് നല്ല മധുരമുള്ളതും സ്വാദുള്ളതും ശ്രേയസി ശ്രേയസ്കരമായിട്ടുള്ളതും. ദൂരേത്യ ഫലം എന്ന് പറഞ്ഞാൽ ദൂരകാലം, ഒരുപാട് കാലത്തെ ശ്രമഫലമായിട്ട് ദീർഘകാലം. ദൂരേത്യം എന്ന് പറയുന്നത് ദൂരെ കാലാന്തരത്തിൽ വന്നു ചേരുന്ന ഒന്നാണ് നിഷ്കാമ കർമ്മത്തിലൂടെയൊക്കെയുള്ള ഭക്തികൾ. ഈ കർമ്മജ്ഞാന യോഗങ്ങൾ ദൂരേത്യ ഫലങ്ങളാണ്. കർമ്മയോഗവും ജ്ഞാനയോഗവും ഫലം കിട്ടാനായിട്ട് താമസമുള്ളവയാണ്. എന്നാൽ സുദുർഗമതരവുമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഭക്തിയോഗമാണ് ഭഗവാനിൽ കൂടുതൽ വേഗത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ വന്നിരിക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഭക്തിയോഗമാണ് 3 യോഗങ്ങളിൽ. നിഷ്കാമമായി കർമ്മയോഗ ധർമാചരണമാസാദ്യം ബ്രഹ്മജ്ഞാന പദാമഹോ ഏറെ ദുഷ്കരം. അങ്ങനെ ബ്രഹ്മസ്ഥാനം കിട്ടാനായിട്ട് ഒരുപാട് ദുഷ്കരമാണ് കാര്യം. പ്രേമഭാവം നിറയുന്ന ഭക്തി എന്നും ശ്രേയസ്കരം. എങ്ങനെയുള്ള ഭക്തിയാണ് എപ്പോഴും ശ്രേയസ്കരമായി വരുന്നത്? പ്രേമഭാവം നിറയുന്ന ഭക്തി എന്നും ശ്രേയസ്കരം. മധുരതരവുമെന്നു അറിയുന്നു ഞാൻ. ഭഗവാന്റെ നാമരൂപങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക, അതാകുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ കിട്ടുന്ന ഭക്തിയോഗത്തിലൂടെ കിട്ടുന്നതാണ് നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്. എളുപ്പത്തിൽ ബ്രഹ്മജ്ഞാനം കിട്ടാനുള്ള മാർഗവും അതാണ്. ഇന്ന് ഇപ്പോൾ സമയം ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. നമ്മളിപ്പോൾ ഇന്ന് 3-4 ശ്ലോകങ്ങളായല്ലോ, നമുക്ക് 32 മിനിറ്റ് വരെയുണ്ട്. അപ്പം ഇന്ന് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. തൃക്കളത്തൂരപ്പ ശരണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ആദ്യത്തെ ഒരു 10 ദശകങ്ങൾ നമ്മൾ സാവകാശം തന്നെ പോയി നമ്മളുടെ ഉള്ളിലേക്ക് ഭഗവാനെ അങ്ങ് പരത്തണം. നമ്മുടെ മനസ്സിൽ ആ ഭഗവത് വിഗ്രഹം അങ്ങ് തെളിഞ്ഞു വരണം. അത് കഴിഞ്ഞ് പിന്നീട് ബാലലീലകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആസ്വദിച്ച് നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ, ഭഗവാന്റെ കാര്യങ്ങളല്ലേ പറയുന്നത്. സാവകാശം നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം തന്നെ ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.